ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ടീഷർട്ടാണ് അപ്സൈക്കിൾ ചെയ്യുന്നത്. ഇത് എപ്പോഴും ചെയ്യുന്നത് പോലെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു പ്രോസസ്സല്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹാക്കാണ് കേട്ടോ. ഇതിന് സ്റ്റിച്ചിങ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ എനിക്ക് കുറേ പേര് പറഞ്ഞ് യൂസ്ഫുൾ ആയിരുന്നു എന്ന്. ചിലർ പറഞ്ഞത് എങ്ങനെയെന്ന് മനസ്സിലായില്ല എന്ന്. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇങ്ങനത്തെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സ്ലീവ് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഞാൻ 2 സ്ലീവും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നോക്കുക, അതാകുമ്പോൾ നമുക്ക് അധികം മിസ്റ്റേക്സ് വരില്ല. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. അല്ലാതെ ചിലർക്ക് ഒരു എനിക്കറിയാം ജസ്റ്റ് എന്ത് സിമ്പിളായിട്ടുള്ള കാര്യമില്ലേ, ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്തേക്കാമെന്ന്. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ചിലപ്പോൾ അങ്ങ് റെഡി ആവാറില്ല. ഓക്കെ, അപ്പോൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഇനി നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ബാക്ക് സൈഡ് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു മിഡ് പോർഷനിൽ, മിഡല്ല ഒരു എൻഡിൽ തന്നെ വരുന്ന രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മറ്റേ സ്ലീവിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുകയാണ്. എന്നിട്ട് ആ വരയുടെ സെൻറ്ററിലൂടെ വരുന്ന രീതിയിൽ ആ ഒരു ടീഷർട്ടിൻ്റെ താഴെ വരെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ. ആ ലൈൻ വരച്ച എല്ലാ ലൈൻസും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആ സെൻറ്ററിൽ കൊണ്ടുവന്ന് നമ്മൾ നിർത്തി ദെൻ നമ്മൾ ആ സ്ലീവ്സ് രണ്ടും കണക്റ്റായി അവിടുന്ന് വീണ്ടും നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഈ ബനിയൻ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്യണം. നല്ല നീറ്റായിട്ട് മെല്ലെ കട്ട് ചെയ്യണം. നിങ്ങൾ ഫാസ്റ്റിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബനിയൻ ആയതുകൊണ്ട് അതിങ്ങനെ ഒരു ഫിനിഷിങ് ഇല്ലാത്ത രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ദെൻ നമ്മൾ അതിൻ്റെ ആ ഒരു മേലത്തെ പോർഷൻ ഫുള്ള് റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നെക്ക് ഒരു കോളർ ടൈപ്പ് ആയിരുന്നു. അങ്ങനെ തന്നെ വെക്കണം എന്നുള്ളത് അങ്ങനെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ നെക്കിൻ്റെ ആ ഒരു കോളറല്ല, ഒരു റിബ്, ആ ഒരു റിബ് പോർഷനും കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ പോർഷൻ ഇങ്ങനെ വലിച്ച് നീട്ടുക ചെയ്യുന്നത്. അത് ഞാൻ ഒന്നും കൂടി ആ പ്രോസസ്സ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ താഴത്തെ ഈ പോർഷൻ ഉണ്ടല്ലോ, അതും ഞാൻ ഇങ്ങനെ കുറേ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചത് ഇങ്ങനെ വലിച്ച് നീട്ടുക ചെയ്യുന്നത്. ഇങ്ങനെ വലിച്ച് നീട്ടുന്ന സമയത്ത് നമ്മൾ നോർമൽ ഉള്ളതിനേക്കാളും അതിങ്ങനെ തിന്നായിട്ട് മാറും. തിന്നായിട്ട് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ശരിക്കും അതൊരു ടൈ രൂപത്തിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വലിച്ച് നീട്ടുന്നത്. അങ്ങനെ വലിച്ച് നീട്ടിയതിന് ശേഷം നമ്മൾ അതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ നമ്മളുടെ ഒരു എങ്ങനെയാണ് വേണ്ടത്, ടൈറ്റാണോ ലൂസാണോ അതിനനുസരിച്ച് ഇതുപോലെ കെട്ടി കൊടുക്കുക ചെയ്യുന്നത്. നെക്കിൻ്റെ പോർഷനും കെട്ടി കൊടുക്കുക ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? ഇതിൽ ഒരു സ്റ്റിച്ചിങ്ങും ഇല്ല, ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ. വേറൊരു വീഡിയോയിൽ കാണാം.